അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا خليل الله إبراهيم وعلى سيدنا إسماعيل وعلى سيدتنا هاجر. ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ തവാഫിനെ കുറിച്ച് വിശദമായി നാം പറഞ്ഞു. അവിടെ ഒരു കാര്യം കൂടെ സ്ത്രീകളായ നമ്മുടെ സഹോദരിമാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താ? സ്ത്രീകൾക്ക് ആർത്തവമുള്ള സമയത്ത് തവാഫ് ചെയ്യാൻ പാടില്ല എന്നതാണ്. മെൻസസോടുകൂടെ തവാഫ് ചെയ്താൽ അത് സ്വഹിയാവുന്നതില്ല, അത് ഹറാമുമാണ്. അപ്പം അവരെന്ത് വേണം? ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കണം. മരുന്നുകൊണ്ട് മുൻകൂട്ടി നിയന്ത്രിക്കുന്നതിന് വിരോധമില്ല. ഇന്നൊക്കെ ഹജ്ജിനുള്ള അനുമതി മാസങ്ങൾക്ക് മുമ്പ് അറിയാൻ പറ്റും. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് തന്നെ സഹോദരിമാർക്ക് ആർത്തവ തീയതികളെ മരുന്ന് കഴിച്ച് നിയന്ത്രിക്കാം. എങ്ങനെ? ദുൽഹജ്ജ് 5 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ആർത്തവമാവാതെ ശുദ്ധിയുള്ള സമയമാവാൻ നാട്ടിൽ വെച്ച് തന്നെ നേരത്തെ മരുന്ന് കുടിച്ച് നിയന്ത്രിച്ച് വെക്കുക. ഷാബാനിലൊക്കെ തന്നെ അല്ലെങ്കിൽ റമദാനിലൊക്കെ തന്നെ മരുന്ന് കുടിച്ച് ഈ പീരീഡ്സിൽ അഥവാ അറബി മാസം 5 മുതൽ 15 വരെ മെൻസസ് ഇല്ലാത്ത രൂപത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിയന്ത്രിച്ച് വെക്കുക. എന്നാൽ അത് സൗകര്യമായിരിക്കും. കാരണം ഇവിടെ വന്നതിന് ശേഷം മരുന്ന് കുടിക്കുക, അതുപോലെ അത് കൃത്യമായി കുടിക്കുക എന്നതൊക്കെ പ്രയാസകരമാണ്. പല സ്ത്രീകളും അതിൽ പെട്ടുപോവാറുണ്ട്. ഒരു സമയം തെറ്റിപ്പോയാൽ ആർത്തവമുണ്ടാകും. അതേപോലെ ക്ഷീണമുണ്ടാവാൻ സാധ്യതയുണ്ട് ചില സ്ത്രീകൾക്ക് ആ മരുന്ന് കുടിക്കുമ്പോൾ. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ പറ്റും നാട്ടിൽ നിന്ന് തന്നെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ. ആർത്തവ സമയത്ത് ഫർളായ തവാഫാണ് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്ന് പറഞ്ഞത്. എന്നാൽ വദാഇന്റെ തവാഫ് ആർത്തവമുള്ളവർക്ക് ഒഴിവാക്കാം, ഒരു കുഴപ്പവും അതിൻ്റെ പേരിലില്ല. ഇനി തവാഫ് അവിടെ കഴിഞ്ഞു. ഇനി ദുൽഹജ്ജ് 10 ചെയ്യാനുള്ള പ്രധാന കർമ്മം സഅയാണ്. സഫാ മർവക്കിടയിൽ 7 തവണ നടക്കുന്നതിനെ കുറിച്ചാണ് സഅയ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. നാം നേരത്തെ പറഞ്ഞിരുന്നു, മക്കയുടെ പുറത്ത് നിന്ന് ഇഹ്റാം ചെയ്തു വരുന്നവരായ ഹാജിമാർക്ക് ഖുദൂമിന്റെ തവാഫ് ചെയ്താൽ അതിനു ശേഷവും ഈ ഫർളായ സഅയ് ചെയ്യാമെന്ന്. അങ്ങനെ സഅയ് ചെയ്തവർ ഇനി സഅയ് ചെയ്യരുത്, അവർക്കിനി സഅയ് വേണ്ട. അതേസമയം മക്കയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തവർക്ക് ഖുദൂമിന്റെ തവാഫ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഖുദൂമിന്റെ തവാഫ് ഇല്ല. അപ്പോൾ അവർക്ക് സഅയും മുൻകൂട്ടി ചെയ്തു വെക്കാൻ കഴിയില്ല. സഅയ് ഒരു പരിപൂർണമായ തവാഫിന് ശേഷമാവണമെന്ന നിബന്ധനയുള്ളത് കൊണ്ടാണിത്. നേരത്തെ നാം തവാഫിന് കുറെ നിബന്ധനകൾ പഠിച്ചിരുന്നു. അതുപോലെ സഅയിനുമുണ്ട് ഷർത്തുകൾ, സുന്നത്തുകളൊക്കെ. ഏതൊക്കെയാണ് സഅയിന്റെ ഷർത്തുകൾ, നിർബന്ധ ഘടകങ്ങൾ? 1, എല്ലാ ഒറ്റകളും സഫയിൽ നിന്ന് തുടങ്ങുക, എല്ലാ ഇരട്ടകളും മർവയിൽ നിന്ന് തുടങ്ങുക. 1, 3, 5 ഇതൊക്കെ ഒറ്റകളാണ്, 7 ഒറ്റയാണ്. എന്നാൽ 2, 4, 6 ഇവ ഇരട്ടകളാണ്. അപ്പോൾ ഈ എല്ലാ ഒറ്റകളും ഒന്നാമത്തെ തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ്, മൂന്നാമത്തതും തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ്, 5-ാമത്തേതും 7-ാമത്തേതും തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ്. എന്നാൽ 2 തുടങ്ങേണ്ടത് മർവയിൽ നിന്നാണ്, 4ഉം 6ഉം തുടങ്ങേണ്ടത് മർവയിൽ നിന്നാണ്. ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം? ഒരുപക്ഷെ 3-ാമത്തത് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂത്രമൊഴിക്കാനുണ്ടായി. അങ്ങനെ നമ്മൾ മൂത്രമൊഴിച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? സഫയിലാണ്. എന്നാൽ ആ സഫയിൽ വെച്ച് 4-ാമത്തെ തുടങ്ങാൻ പറ്റുമോ? പറ്റൂല. 4-ാമത്തെ എവിടെ നിന്ന് തന്നെ തുടങ്ങണം? മർവയിൽ നിന്ന് തന്നെ തുടങ്ങണം. അതാണ് എല്ലാ ഒറ്റകളും സഫയിൽ നിന്ന് തുടങ്ങുക, എല്ലാ ഇരട്ടകളും മർവയിൽ നിന്നും തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ
ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മസ്അയിൽ നടത്തിയ പുതിയ വിപുലീകരണങ്ങളിൽ സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുന്ന ഭാഗം പഴയ മസ്അയുടെ പുറത്താണ് എന്ന അഭിപ്രായമുണ്ട്. മുമ്പ് ആകെ മസ്അയുടെ വീതി എത്രയായിരുന്നു? 20 മീറ്റർ ആയിരുന്നു. മസ്അ എന്ന് പറയുന്നത് സൈ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വീതി 20 മീറ്റർ ആയിരുന്നു. ഇന്ന് 40 മീറ്റർ ഉണ്ട്. വലിയ വ്യത്യാസമുണ്ട്, നമുക്ക് ഊഹിക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. എന്നാലും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അണ്ടർഗ്രൗണ്ടിൽ പഴയ മസ്അയിലൂടെ സൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. കൂടുതൽ തിരക്കുള്ള റമദാൻ മാസം, ഹജ്ജ് സീസണുകളൊക്കെ ആ അണ്ടർഗ്രൗണ്ട് ഓപ്പൺ ആക്കാറുണ്ട്. അത് ഓപ്പൺ ആണെങ്കിൽ അതിലൂടെ നമുക്ക് സൈ ചെയ്യാം. എന്നാൽ കഅബയുടെ ഭാഗത്തേക്ക് ചാരി നിന്നുകൊണ്ട് അതിലൂടെ സൈ ചെയ്താൽ സൈ ശരിയാവും. അതുപോലെ മറ്റു ഫ്ലോറുകളിൽ 2, 3 ഫ്ലോറുകളുണ്ടല്ലോ, ഈ ഫ്ലോറുകളിലൊക്കെ മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്ന ഭാഗത്തിലൂടെ തന്നെ, അഥവാ പരിശുദ്ധ കഅബാലയത്തിൻ്റെ ഭാഗം, അതാണ് മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. മുറ്റത്തിൻ്റെ ഭാഗത്തുള്ളതാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുന്ന ഭാഗം. അതല്ല, ആ സ്ഥലം തന്നെ നമ്മൾ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്ന ഭാഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആ വ്യത്യാസമൊക്കെ ഇപ്പോൾ ഉണ്ടായതല്ലേ, പണ്ട് കാലത്ത് അതൊന്നും ഇല്ലല്ലോ. അപ്പം മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്ന ഭാഗത്തിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നാൽ സൈ യഥാർത്ഥ മസ്അയിലൂടെ ആവും. പക്ഷേ തിരക്കുള്ള സീസണുകളിൽ ഫസ്റ്റ് ഫ്ലോറിലൂടെയോ മറ്റോ ഇങ്ങനെ കൂട്ടമായി സൈ ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും നമുക്ക് സാധിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഹജ്ജിൻ്റെ ഫർളായ സൈ അങ്ങനെയൊക്കെ ഒരു ശ്രമം നടത്തുക. കൂട്ടമായിട്ട് പറ്റൂല, ഒറ്റക്കൊറ്റക്കോ 2 3 ആയിട്ട് ചെയ്യാൻ പറ്റും. സാധിക്കുമോ എന്ന് നോക്കുക. സംഘം ചേർന്ന് അങ്ങനെ സൈ ചെയ്യാൻ പോലീസുകാർ അനുവദിക്കുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ദിക്ർ ചെല്ലാനൊന്നും അനുവദിച്ചോളണമെന്നില്ല. വെറുതെ ഇങ്ങനെ നടക്കുക. ദിക്റൊക്കെ മനസ്സിൽ ചെല്ലാം. നമ്മൾ തവാഫിൽ ചൊല്ലിയിരുന്ന 7 ദിക്ർ ചെല്ലാം. അല്ലെങ്കിൽ മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്ന സമയത്ത് 1ാമത്തെ നടത്തത്തിലുള്ളതും ചെല്ലാം, 2ാമത്തെ നടത്തത്തിലുള്ളതും ചെല്ലാം. രണ്ടും ഒരേ പ്രാവശ്യം ചെല്ലാവുന്നതാണ്. വാഹനത്തിലൂടെയും സൈ ചെയ്യാം. അവിടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ടാവും, വീൽ ചെയറുകളൊക്കെ ഉണ്ടാവും. അതുപയോഗിച്ചിട്ടോ മറ്റൊരാൾ തള്ളിയിട്ടോ ഒക്കെ സൈ ചെയ്യാം. അപ്പോൾ 1ാമത്തെ നിബന്ധനയാണ് നമ്മൾ പറഞ്ഞത്. 1ാമത്തത് സഫയിൽ നിന്നാവണം തുടങ്ങേണ്ടത്, 2ാമത്തത് മറുവയിൽ നിന്നാവണം തുടങ്ങേണ്ടത്. ഇങ്ങനെ ഓരോ ഒറ്റകളും തുടങ്ങേണ്ടത് സഫയിൽ നിന്നും, ഇരട്ടകൾ തുടങ്ങേണ്ടത് മറുവയിൽ നിന്നുമാണെന്ന് പഠിച്ചു. ഇനി 2ാമത്തെ ഫർളെന്താ? അത് സഅയിന് മറ്റു ലക്ഷ്യങ്ങളില്ലാതിരിക്കുക. നഷ്ടപ്പെട്ട സാധനം തരയുക, അല്ലെ ഭാര്യയും ഭർത്താവും കൂട്ടം തെറ്റുക, ഏതായാലും സഅയും നടക്കുമല്ലോ, ഭർത്താവിനെ തരയാം എന്ന് കരുതാൻ പറ്റും. അതില്ല. അതൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു വെക്കുക. കാണാതെ ആയാൽ ഇന്ന സ്ഥലത്ത് ഞാനുണ്ടാവും. അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായി സഅയല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഉണ്ടാവരുത് എന്നർത്ഥം. അപ്പോൾ 2ാമത്തെ നിബന്ധന എന്താ? സഅയിന് മറ്റു ലക്ഷ്യങ്ങളില്ലാതിരിക്കുക. 3ാമത്തത് നടത്തം സഫാ മർവകളുടെ ഇടയിൽ നീളത്തിലായിരിക്കണം. എവിടെങ്കിലും സൈ ചെയ്താൽ ശരിയാവുമോ? അത് പറ്റൂല. പള്ളീൻ്റെ മുകളിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്, അവിടെ നിന്ന് സൈ ചെയ്താൽ പറ്റൂല. അപ്പോൾ സഫയുടെയും മർവയുടെയും ഇടയിൽ നീളത്തിലായിരിക്കണം. 4ാമത്തെ നിബന്ധന വഴിദൂരം പൂർണ്ണമായും പ്രാപിക്കണം. സഫയിൽ നിന്ന് മറുവയിലെത്തണം. എവിടെയെങ്കിലും വഴിയിൽ വെച്ചിട്ട് തിരിച്ചു പോന്നാൽ സഴിയാവൂല. ചുരുങ്ങിയത് ആ കയറ്റം തുടങ്ങുന്ന സ്ഥലത്തെങ്കിലും എത്തണം. അല്ലെങ്കിൽ മുകളിലൊക്കെ ആണെങ്കിൽ അടിയിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും, ആ റൗണ്ട് കാണാം അവിടെ. അതുവരെയെങ്കിലും എത്തണം. അപ്പോഴേ എന്താവുള്ളൂ, വഴിദൂരം പൂർണ്ണമാവുകയുള്ളൂ. പിന്നെ 5ാമത്തെ ഫർളിൻ്റെയോ ഖുദൂമിൻ്റെയോ തവാഫിന് ശേഷമാവണം. സൈ എപ്പോഴാണ് ചെയ്യേണ്ടത്? എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റൂല. ഫർളായ തവാഫിൻ്റെ ശേഷം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഖുദൂമിൻ്റെ തവാഫിന് ശേഷം. 6ാമത്തെ ഫർള് 7 തവണ നടക്കണം. സഫയിൽ നിന്ന് മറുവയിലേക്ക് നടന്നാൽ 1ആയി, മറുവയിൽ നിന്ന് സഫയിലേക്ക് നടന്നാൽ 2ആയി, സഫയിൽ നിന്ന് മറുവയിലേക്ക് നടന്നാൽ 3ആയി. ഇങ്ങനെ 7 തവണ പൂർത്തിയാക്കണം. 14 തവണ നടക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടക്കുന്നത് 1ആയിട്ട് ഗണിക്കുന്നവരുണ്ട്. അതല്ല, സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ തന്നെ 1ആയി. ഇനി എണ്ണത്തിന് സംശയിച്ചു, അപ്പോൾ ഉറപ്പാക്കണം.
7 ഉറപ്പ്, 7 ചുറ്റണം, 7 നടക്കണം. ഇനി അതുപോലെ സുന്നത്തുകളുമുണ്ട് കുറേ. നിയ്യത്ത് വെക്കുക, അള്ളാഹുവിന് വേണ്ടി ഹജ്ജിൻ്റെ സഅയ് ഞാൻ ചെയ്യുന്നു എന്നാണ് നിയ്യത്ത്. അത് സുന്നത്തേ ഉള്ളൂ, ഫർളില്ല. പിന്നെ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. കൈമുത്തുകയും ചെയ്യാം. സഅയ് തവാഫിൻ്റെ ഉടനെയാവുക, ഇത് മറ്റൊരു സുന്നത്താണ്. സഅയ് തവാഫിൻ്റെ ഉടനെ, അതിൻ്റെ ശേഷം കുറേ ബാത്റൂമിൽ പോകാനോ മറ്റൊക്കെ സമയമെടുത്തു, അല്ലെങ്കിൽ ക്ഷീണം കാരണത്താൽ വിശ്രമിച്ചതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സുന്നത്ത് എന്താണ്? തവാഫ് ചെയ്ത ഉടനെ ആവുക. പുരുഷന്മാർ പച്ച ലൈറ്റുകൾക്കിടയിൽ വേഗത്തിൽ നടക്കുക, ഇത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. സ്ത്രീകൾ അവിടെ ഓടാനൊന്നും പാടില്ല, നടക്കുക തന്നെയാണ് വേണ്ടത്. ഔറത്ത് വെളിവാകാതിരിക്കുക. സഅയ് ഔറത്ത് വെളിവായിക്കൊണ്ട് ചെയ്താലും പൂക്കൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുടി കാണുന്നുണ്ട്, എന്നാലും സഅയ് ശരിയാവും. പക്ഷെ അത് മറക്കൽ സുന്നത്താണ്. വുളു ഉണ്ടായിരിക്കുക. വുളു മുറിഞ്ഞു പോയി, നല്ല റഷാണ്, തവാഫ് കഴിഞ്ഞപ്പോൾ വുളു മുറിഞ്ഞു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മെൻസസ് തന്നെ ആയി എന്ന് സങ്കല്പിക്കുക, എന്നാലൊക്കെ അവരുടെ സഅയ് ശരിയാവും. നമ്മൾ നേരത്തെ ശരിയാവില്ല എന്ന് പറഞ്ഞത് തവാഫ് മാത്രമാണ്. അതിന് നിസ്കാരത്തെ പോലെയാണ്. വുളു വേണം, ആർത്തവം പോലുള്ള അശുദ്ധികൾ ഉണ്ടാവാൻ പാടില്ല, അതൊക്കെ അതിന് നിബന്ധന. സഅയിനോ അതൊക്കെ സുന്നത്തേ ഉള്ളൂ, അത് വുളു ഉണ്ടായിരിക്കൽ സുന്നത്തേ ഉള്ളൂ. പിന്നെയോ മറ്റൊരു സുന്നത്താണ് നടന്നുകൊണ്ട് സഅയ് ചെയ്യുക. വാഹനത്തിൽ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, പക്ഷെ സുന്നത്ത് നടന്നുകൊണ്ടാണ്. ദിക്റുകൾ ചെല്ലുക. ദിക്റുകളുടെ PDF കൂടെ ആക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഗൈഡുകളൊക്കെ വരും, അതിലൊക്കെ ഉണ്ടാവും ദിക്റുകൾ. തവാഫിൽ നമ്മൾ ചൊല്ലിയതുപോലെ 7 ദിക്റുകൾ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി വെച്ച് അത് ചൊല്ലുകയും ചെയ്യാം. മറ്റൊരു സുന്നത്താണ് സഫാ മർവകളിൽ കയറിയാൽ കിബിലയെ അഭിമുഖീകരിക്കുകയും കഅബയെ നോക്കുകയും ചെയ്യുക എന്നത്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലൊന്നും കഅബയെ കാണൂല, ചില ഫ്ലോറുകളിൽ കഅബയെ കാണും. കഅബയെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് കഅബയെ കാണുക. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് തുടങ്ങുകയൊക്കെ ചെയ്യുക. അതുപോലെ അവിടെ ആ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചെല്ലുക. നമ്മളെ ബുക്കിൻ്റെ തുടക്കത്തിലുണ്ടാകും ആ ദിക്റൊക്കെ ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി തവാഫും സഅയുമൊക്കെ നിർവഹിക്കാനുള്ള മഹാ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.